വഹാബികൾ കുറച്ച് കൊല്ലായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് വിശേഷ ദിവസേ ഉള്ളൂ. ഒന്ന് ചെറിയൊരു നാളും ഒന്ന് വലിയൊരു നാളും. അയ്യാമില്ല എന്ന വാക്കിന് അത് ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസങ്ങളും വേണം. എത്ര ഒരു ജനതയെ ഇരുട്ടുന്ന വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ മൂല്യന്മാരും ഇത് വളരെ ചിന്തിക്കണം. ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നരുത്, അങ്ങനെ തോന്നരുത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഇനി ഒരു 100,000 തെളിവുകൾ ഖുർആനിൽ നിന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ തഅ്ളീം ചെയ്യുന്നതിനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാസത്തെ തഅ്ളീം ചെയ്യുന്നതിനും അള്ളാഹുവിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ട വിശിഷ്ട ദിവസമായ റബീഉൽ അവ്വൽ 12 തഅ്ളീം ചെയ്യുന്നതിനും കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അത് വഹാബിക്ക് തെളിവല്ല. വഹാബി സുമ്മ ലാ യഊദൂൻ, പിന്നെ അവർ തിരിച്ചു വരികയില്ല. അവരോട് പറഞ്ഞു മെനക്കെട്ട് നാശാകണ്ട. നമ്മളെ വലാകിൻ ലിയത്മഇന്ന ഖൽബി, മനസ്സിലായില്ല? എനിക്ക് ഒരു ജീവിക്ക് എങ്ങനെ ഹയാത്തിടും എന്നതിന് ഒരു തെളിവ് കാണിച്ചു തരണം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം പറഞ്ഞു. ആരോട്? അല്ലാഹു. അപ്പോൾ അല്ലാഹു ചോദിച്ചു, അവനം തുഅ്മിൻ, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയിട്ടില്ല ഇതുവരെ എൻ്റെ കഴിവിൽ? ഭൂമിയിൽ മണ്ണടിഞ്ഞു പോയ വസ്തുവിനെയും ജീവിപ്പിക്കാൻ എനിക്ക് കരുത്തുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഖുദ്റത്തിൽ ഇപ്പോൾ ഈമാൻ വന്നിട്ടില്ലേ? അപ്പോൾ സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ബല, എനിക്ക് ഈമാനുണ്ട്, എനിക്ക് നിന്റെ അറിയും. പക്ഷേ എന്റെ കൽബിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി, ഒരു തുമഇനി. ഈ ആയത്തിന് അപ്പൊ ഒരു കാര്യം ഉറച്ചു. വഹാബിക്ക് 2 ദിവസം ഉള്ളെങ്കിലും അള്ളാഹ്ക്ക് 2 ദിവസമല്ല. ഒരു ജനത്തെ ഇരുട്ടുന്ന വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ വിശേഷ ദിവസങ്ങളെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. സൂറത്ത് ഇബ്രാഹിമിലുണ്ടായത് ഈ നാളെ പറയും. മൂപ്പരിപ്പോ പുതിയ പുതിയ ആയത്തും കൊണ്ടുവരികയാണ്. അനക്ക് പറഞ്ഞോ, ഒന്നും കൂടി ബാക്കിലേക്ക് മടങ്ങുക. നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നാം മൂസായെ അയച്ചു അലൈഹിസ്സലാം. എന്നിട്ട് മൂസായോട് നാം കൽപ്പിച്ചു അലൈഹിസ്സലാം, താങ്കളുടെ ജനത്തെ താങ്കൾ ഇരുട്ടുകളിൽ നിന്ന്, അവർ അകപ്പെട്ട ഇരുട്ടുകൾ, ആ ഇരുട്ടുകളിൽ നിന്ന് അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കത്തിൻ്റെ ആയത്, സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കം. മുസാഫ് ഉള്ളവർക്ക് വേണമെങ്കിൽ നോക്കാം, 4 അല്ലെങ്കിൽ 5. സൂറത്ത് ഇബ്രാഹിം 5 ആയിരിക്കും. ശരിക്കണേ, ഇങ്ങനത്തെ വരും. താങ്കളുടെ ജനത്തെ താങ്കൾ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം അവർക്ക് ബോധം തുറക്കണം. ബോധം തുറക്കണമെങ്കിൽ അവരെ നിസ്കരിപ്പിക്കല്ല വേണ്ട, അവർക്ക് താങ്കൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ബി അയ്യാമില്ല, അല്ലാഹുവിന്റെ വിശിഷ്ട ദിവസങ്ങളെ കൊണ്ട്. എന്താണ് ഈ അല്ലാഹുവിന്റെ വിശിഷ്ട ദിവസങ്ങൾ? الأيام التي وقع فيها عذاب الله والأيام التي نزلت فيه نعم الله. هذه الأيام. ഈ ആയത്തിന് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ഇസ്മിനെ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന ഫി ദാലിക ലആയാത്തിൻ. ഈ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കെല്ലാം?
لماذا قال الله سبحانه وتعالى في محكم تنزيله لكل صبار؟ الصبار هو الذي يعتبر من العذاب فيصبر على حكم الله وعن منهياته وعن حرامه. മനസ്സിലായില്ല? فتنتهي شهواته عن حرام الله فيعتبر ببلائه بالأيام التي وقعت فيه الوقائع البليات. അള്ളാഹുവിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ വന്നു. അപ്പൊ ആ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നു. വ്യഭിചരിച്ചവർ എങ്ങനെ ശിക്ഷിച്ചു, ആൺകുട്ടികളെ പിന്നാലെ പോയവർ എങ്ങനെ ശിക്ഷിച്ചു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നിങ്ങനെ കാണുമ്പോൾ മനുഷ്യൻ ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ, ആ ദിവസം ഓർമ്മപ്പെടുത്തിയാൽ സ്വാഭാവികമായും വലിയും. എന്നിട്ടോ ഹറാമിനെ തൊട്ട് ഹറാമിനെ തൊട്ട് ഹറാമിനെ തൊട്ട് ക്ഷമിക്കും. അതാണ് ലിക്കുല്ലി സബ്ബാർ. والأيام التي وقعت فيه نعم الله, അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഇറങ്ങിയ ദിവസവും ഓർമ്മപ്പെടുത്തി കൊടുക്കണം. മിസ്ലൽ ഗമാം വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ വളല്ലനാ അലൈക്കുമുൽ ഗമാം. ആദ്യമായി മേഘം തണലിട്ട ദിവസം വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ വഫലഖൽ ബഹർ. ഏത് ദിവസമാണ് സമുദ്രം പിളർത്തിയത് അതൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹു ചെയ്ത നിഅമത്തിനെ ഓർക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാലോ? ശുക്ർ ചെയ്യണം. ഫഇന്നൽ ഈമാന നിസ്വാനി നിസ്ഫുഹു സബ്റുൻ വനിസ്ഫുഹു ശുക്റുൻ ലികുല്ലി സബ്ബാരി. അന അസ്അലുക്കും അയ്യു നിഅമത്തിൻ അഅ്ളമ മിൻ നിഅമത്തി മുഹമ്മദ് يصبح فإنها محمد وقع على وجه الأرض يوم 12 من شوال. فأي عيد أعظم من ذلك العيد؟ അതിനേക്കാൾ വലിയ പെരുന്നാളെന്നാ. എന്തുകൊണ്ട്? രണ്ട് കാര്യമാണ് അള്ളാന്റെ ദിവസങ്ങൾ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? തലക്കുടുത്ത് ചിന്തിക്കണം. ഇത് വെറുതെ ഒരു വയറല്ല. ഇതുകൊണ്ട് മൂത്രം പാത്തി നന്നാക്കലോ പള്ളി പൊളിച്ച് നന്നാക്കലോ ഒന്നും ഉദ്ദേശമില്ല. ഇത് അതിന് വേണ്ടി ഉണ്ടാക്കുന്ന വയറൊന്നും അല്ല. ഇനിയിപ്പോ 2 ദിവസം കൂടി നീട്ടാൻ പറഞ്ഞത് മൂത്രപ്പാത്തിന്റെ സൈഡ് നന്നാക്കാൻ വേണ്ടിയല്ല. ഇതൊരു മനുഷ്യനെങ്കിലും ഈമാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് ഖുർആന്റെ ആയത്താണ്. ലോകത്തുള്ള ബഹറൊക്കെ മാഷിയാക്കിയാലും ഇതിന്റെ വ്യാഖ്യാനം തീരൂല എന്ന് പറഞ്ഞിട്ട് എന്താ വിചാരിക്കണം? എന്താ ജനങ്ങൾക്ക് അള്ളാന്റെ ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അവർക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ആ ഓർമ്മപ്പെടുത്തി കൊടുത്താലേ അതാണ് ടൂള്. എന്തിൽ നിന്ന്? ഇഖ്റാജുഹും മിനൽ ളുലുമാതി, അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള ആയുധാണ് എന്ത്? ഈ തദ്കീർ. വദക്കിറുഹും ബിഅയ്യാമില്ലാ, അള്ളാന്റെ ദിവസങ്ങളെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. തഫ്സീർ നസബി പറയുന്നു, ഇമാം നസബി തങ്ങൾ ഇതേ ആയത്ത് കൊടുത്തിട്ട് അവിടെ വ്യാഖ്യാനം പറയുന്നുണ്ട്. ബി അയ്യാമിൽ അദാബി വ അയ്യാമിൽ ഇൻആമി. അയ്യാമുല്ലാ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ദിവസം അള്ളാന്റെ അദാബ് പറഞ്ഞോ, അന്ന് അള്ളാന്റെ അദാബ് പറഞ്ഞ ഇത് ആൺകുട്ടികളെ പിന്നാലെ പോയവർക്ക് അദാബ് പറഞ്ഞ ദിവസാട്ടോ. ഞാൻ ഞാനില്ല. അപ്പൊ അവിടെ എന്ത് വന്നു? ഞാൻ അതിന് പോകൂല പറഞ്ഞപ്പോ അവിടെ എന്ത് വന്നു? അതെ അതെ, അൽ ഈമാനു നിസ്വാനി നിസ്ഫുഹു സബ്റുൻ വനിസ്ഫുഹു ശുക്റുൻ വഅയ്യാമിൽ ഇൻആമി. അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസം അവർക്ക് നമ്മളെ പോലത്തെ ദിവസമൊന്നും കിട്ടിയില്ല. തകൂന ഈദൽ അവലിന വആഖിരിന. ഞങ്ങൾക്ക് കിട്ടിയാല് അൻസിൽ അലൈന മായിദത മിനസ് സമായി, ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് സുപ്രർക്കി തരണം. തകൂന ഈദൽ അവലിന വആഖിരിന. എന്തേ? അത് യൗമുൽ ഈദാക്കോല്. കാരണം തദ്കീറിനെ വെച്ചും അതാണ് ഇവിടെ ആയത്ത് പറഞ്ഞത്. വേറെ സ്ഥലത്ത് മായിദയിൽ എന്തുണ്ട്? അൻസിൽ അലൈന മായിദത മിനസ് സമായി, ആകാശത്ത് നേരെ സുപ്രണ്ട് ഇറക്കണം. അത് എല്ലാ കൊല്ലവും ഓർക്കാം. എല്ലാ കൊല്ലവും സുപ്ര ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ കുടുങ്ങിയപ്പോ അള്ളാഹ് സുപ്രി ഇറക്കി തന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാം? ശുക്രിയ. ഈമാൻ 2 കാര്യമാണ്. പകുതി സബ്റുമാണ്, പകുതി എത്രയാണ് നിങ്ങളെ പരിപ്പോട്ടനൊക്കെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.
അള്ളാഹു ബോധം തരട്ടെ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതങ്ങളാണ്. ഇതിനേക്കാളും വലിയൊരു ദിവസം ഏതാ? എന്തുകൊണ്ട്? ഈ ലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് മുസ്തഫയാണ്. അല്ലാഹുവിന്റെ ഒരു നിഅമത്ത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അതേതാ നിഅമത്ത്? അത് മുഹമ്മദാണ്. ഞാൻ നേരത്തെ വിശദമായി പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിഅമത്തുകൊണ്ട് ഉദ്ദേശം മുഹമ്മദാണ്. എല്ലാ നിഅമത്തും അള്ളാഹ് ഇവിടെ ഉദ്ദേശിക്കണില്ല. അള്ളാഹു എല്ലാ നിഅമത്തും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഒരു അക്ഷരം ഇവിടെ കുറച്ച് പറയാം. എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ സാധാരണ വെക്കുന്ന അർത്ഥം വേറൊന്നാണ്. നമ്മൾ അള്ളാഹ് ഒന്ന് പറയും, നമ്മൾ വേറെ ഒന്നാണ് പറയും. നമ്മൾ പറയും അള്ളാഹ് നിഅമത്ത് എണ്ണി കണക്കാക്കാൻ കഴിയൂല. അള്ളാഹു എല്ലാ നിഅമത്തും ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹിന്റെ ഒരു നിഅമത്ത് അൻ-നിഅമത്തുൽ കുബ്ര, അത് മുഹമ്മദാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് കിട്ടിയ ഉപകാരങ്ങളെ എണ്ണി കണക്കാക്കാൻ കഴിയൂല. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ആ നിഅമത്താണ് പറഞ്ഞാളാ, ആ നിഅമത്ത് എടുത്ത് പറഞ്ഞാളാ, അതാ അൻ-നിഅമത്തുൽ കുബ്ര, അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. മനസ്സിലായില്ലേ? പരീക്ഷണം. ഇതൊരു പരീക്ഷണം. ഇതെന്താ? ഇത് മുസ്ലിങ്ങൾക്ക് ഒരു പരീക്ഷണ. മുഹമ്മദ് മുസ്തഫ ഉറപ്പ് പരീക്ഷണം. ഇതിനേക്കാളും വലിയ നിഅമത്ത് എന്താ? അല്ലാഹു തആല ഏറ്റവും വലിയ നിഅമത്തല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാളും വലിയ നിഅമത്ത് എന്താ? നിഅമത്ത് വലിയതായത് കൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ചില ആയത്തുകൾ കാണും. ആ ആയത്തുകൾ ഒന്ന് പഠിച്ചു നോക്കൂ. മിണ്ടരുത് എന്നാണ് പറഞ്ഞത്. മിണ്ടരുത്. നുബുവത്ത് കഴിഞ്ഞ് 23 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചു ഈ ഭൂമിയിൽ. എന്നിട്ട് ആ മനുഷ്യന് വേണ്ടി ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر كريم. ഗുജറാത്തിലാണ് ആയത്ത്. ഗുജറാത്തിന്റെ തുടക്കം ഇന്നെടുത്ത് നോക്കൂ. ഗുജറാത്തിന്റെ തുടക്കം ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. ഗുജറാത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗമാണത്. തുടക്കം നിങ്ങളുടെ വിജയം ഞാൻ പുറത്തേക്ക് മുഴുവൻ പറയാൻ നേരില്ല. പറഞ്ഞാൽ അവിടെ നിന്നാണ് ഞാൻ വേറെ വഴി തെറ്റിപ്പോവും, വേറെ അങ്ങോട്ട് പോവും. ഇതിൻ്റെ രണ്ടാമത്തെ ആയത്താണ് നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് ഫൗക സൗത്തിൻ നബി, നബിയുടെ ശബ്ദത്തെക്കാൾ. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി, നിങ്ങൾ നബിയോട് ഒച്ച ഉയർത്തി സംസാരിക്കരുത്. അൻ തഹ്ബത അഅമാലുക്കും, അപ്പോൾ നിങ്ങൾ അമലുകൾ പൊളിഞ്ഞു പോകും. നിങ്ങൾ 100 കൊല്ലം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നബിയുടെ മുന്നിൽ ഒരൊറ്റ ലഫ്ള് ഒച്ച പൊന്തിയാൽ നിങ്ങൾ അമല് പൊളിഞ്ഞു. അമലെപ്പടെ പൊളിഞ്ഞു പോകുക? മുർത്തദാവും, കാഫിറാവും. ഇന്നത്തെ 5 ഒരാൾ നിസ്കരിച്ചില്ല, കാഫിറാവില്ല. ഹറാമാണ്. രണ്ടാലൊന്നുണ്ട്. പക്ഷെ ഇത് കാഫിറാവും. 100 കൊല്ലത്തെ നിസ്കാരം, നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പൊളിഞ്ഞ് കാഫിറാവും. എന്ത്? ഒരു ലഫ്ള് ഒച്ച ഉയർത്തി പറഞ്ഞാൽ ആരോട്? ഈ ആൾ ഈ ലോകത്തിന് നുബുവത്തിന് ശേഷം ജീവിച്ചത് 23 കൊല്ലം. ഇന്നും മദീനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കിടക്കുന്ന ആളെ ശ്രദ്ധിക്കണം. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്താൻ പാടില്ല. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എല്ലാ കിതാബിലും കാണാം
സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറയുന്ന ഒരു വാക്ക്, ഈ ആയത്തിറങ്ങിയപ്പോൾ ബാപ്പ വരിയിൽ വന്നിട്ട് അദ്ദേഹം സ്വമേധയാ കുറച്ച് ശബ്ദമുയർന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ അമല് പൊളിഞ്ഞല്ലോ, എന്ന് പറഞ്ഞ മഹാൻ പോരലിരുന്നു. ഈ സ്വഹാബി ചില ദിവസങ്ങളിൽ സാബിത്തിനെ കണ്ടില്ല. അപ്പൊ അന്വേഷിച്ചു എന്താ സാബിത്തിനെ പറ്റിയത്. അപ്പോൾ ആളുകൾ പറഞ്ഞു, സാബിത്ത് ഈ ആയത്തിറങ്ങിയ ശേഷം അങ്ങോട്ട് വന്നിട്ടില്ല, സാബിത്തിന് പേടിയാണ്. അപ്പൊ റസൂലുള്ളാഹി സാബിത്തിനെ വിളിപ്പിച്ചു. നിന്നെ പറ്റിയല്ല, നിനക്ക് ഉയർന്ന ഒച്ച തന്നത് റബ്ബാണ്, നിന്നെ പറ്റിയല്ല മോനെ, നിന്നെ പറ്റിയല്ല. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒച്ച താഴ്ത്തി നിൽക്കുന്ന ആളുകൾ അവർക്ക് തഖ്വയുണ്ട് എന്ന് പരീക്ഷിച്ച് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 100 കൊല്ലം നിസ്കരിച്ചാൽ കിട്ടാത്തതാണ് ഒറ്റവട്ടം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒച്ച താഴ്ത്തിയാൽ അവൻ ആരായിരിക്കും? മുത്തഖിയായിരിക്കും. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഒരു കൂട്ടൻ മുത്ത റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ആരാ നിങ്ങൾ ചിന്തിക്കണം. ഖംസ് എന്ന വാക്ക് നിസ്കാരത്തിനെ പറ്റി ഖുർആനിലുണ്ടെങ്കിൽ ചേകനൂരുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു വാക്ക് ഖുർആനിൽ നിസ്കാരത്തെ പറ്റി ഇല്ല. ഹദീസിലെ ഖംസിനെ സ്വരിയാനുള്ളത്, ബാക്കി ഉള്ളിന്ന് വായിക്കരുത്. അത് പറയാത്ത ഖുർആനാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒച്ച താഴ്ത്തണം എന്നുണ്ടെങ്കിൽ എത്ര ആയത്താണ്. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വാജുൻ കരീം നാജുൻ അളീം വാജുൻ അളീം. അവർക്ക് വലിയ കൂലിയുണ്ട്. അതുകൊണ്ട് മുസാഫ് നോക്കാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഊതാണ് ഞാൻ. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. അങ്ങയുടെ വീട്ട് മുറ്റത്ത് വന്ന് അങ്ങയെ പേര് വിളിക്കുന്നവരുണ്ടല്ലോ, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ ഭൂരിഭാഗത്തിനും ബുദ്ധിയില്ല. ഇതിന്റെ ഭൂരിഭാഗം എന്ന് പറയാൻ കാരണം അതിൽപ്പെട്ട ചില മാന്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഒച്ചടം പാടില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവർ പറഞ്ഞിട്ട് മറ്റൊരു കേട്ടില്ല. അക്സറുഹും, അവിടെ ആ മുറ്റത്ത് വന്ന് കുറച്ച് ആളുകൾ വിളിക്കുന്നുണ്ട്, അവരിൽ ഭൂരിപക്ഷത്തിനും ബുദ്ധിയില്ല. അവരൊന്ന് ക്ഷമിച്ചു നിന്നിരുന്നെങ്കിൽ അങ്ങ് വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങയുടെ ആവശ്യം നിർവഹിച്ച് സ്വമേധയാ പുറത്തെത്തുന്നത് വരെ അവർ ക്ഷമിച്ചു നിന്നിരുന്നുവെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അവർക്കതായിരുന്നു. പക്ഷേ അല്ലാഹു തആല അവരോട് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂർ റഹീം. പക്ഷേ അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അല്ലാഹു അവർക്ക് പുറത്തിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തവരായതുകൊണ്ട് അന്തണ്ടെങ്കിലോ എന്റെ ആരവിടെ ഇരിക്കുന്ന ആള് ഇവരെവിടുന്ന വരുന്നത്? എവിടുന്നോ വരിക. എന്തിനാ വരുന്നത്? നബി കടം വാങ്ങിയത് തിരിച്ചു വാങ്ങാൻ വരുന്നതല്ല, ഇവർ മുസ്ലിമാകാൻ വരുന്നു. നാട്ടിലെ ജനങ്ങളെ മുസ്ലിമാക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഇവര് മുസ്ലിമാകാനുള്ള ധൃതി കൊണ്ടാണ് വന്നിട്ട് യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് പറയുന്നത് ഈ വാക്ക് അള്ളാഹ് തിരിച്ചല്ലേ പറയുന്നത്? നബിയോട് നബി ഒരു കൂട്ടരെ എവിടുന്നാ വരുന്നത്? എത്ര ദൂരത്ത് എത്ര ആഴ്ചയാണ് ഓലൊക്കെ ചെരുപ്പ് പൊട്ടി നടന്നും കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ മുറ്റത്ത് എത്തിയിട്ട് വരെ ഇങ്ങക്കൊന്നുണ്ട് ഇറങ്ങിക്കാൻ നേരല്ലേ നബി? നിങ്ങളാണ് ചെന്നോക്കി നബി. എത്ര മനുഷ്യന്മാരാ മുസ്ലിമാകാൻ നിങ്ങൾ പെരന്റെ ഉള്ളിൽ കുത്തിരിക്കണ നേരെ നല്ലേ പറയണ്ട് പറ മനുഷ്യ ഇതല്ലേ പറയണ്ട്. നമ്മളെ നാട്ടിലാണ് നബി എങ്കിൽ നമ്മളെ തല്ലേ പോയി പറയാം. എന്താ നബി ഇവിടെ അങ്ങനെ ഇരുന്നാ മതിയോ? എത്ര മനുഷ്യനാ. അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ, അവർക്ക് ബുദ്ധിയില്ല. വലൗ അന്നഹും സബറു, അവർ വീട്ടുമുറ്റത്തൊന്നും ഒച്ചടല്ല വേണ്ട, അവിടെ അവരെ വെയിലും കൊണ്ടടക്കട്ടെ. ഹത്താ തഖ്റുജ ഇലൈഹി, നിങ്ങൾ ആയിഷാ ബീവിന്റെ അടുത്താണ് അല്ലെങ്കിൽ ഹഫ്സാ ബീവിന്റെ അടുത്താണ്, നിങ്ങൾ ആവശ്യമൊക്കെ നിർവഹിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളൊപ്പം കിടക്കുകയാണ്, എന്തുവാമല്ലോ നിങ്ങളെ എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നവരെ അവരവിടെ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് നല്ലത്. എനിക്ക് വരും മുസ്ലിമാകാനല്ല ആവശ്യം, നിങ്ങൾ സമാധാനത്തിൽ കണക്കലാണ്.
വല്ലാഹു ഗഫൂറുർ റഹീം. എന്നാൽ അല്ലാഹു തആല ഇവർക്ക് ബുദ്ധിയില്ലാത്തവരോട് ഇവർക്ക് ആരാ റസൂലുള്ളാഹ്? ഇതിന്നും നിനക്ക് റസൂലുള്ളാഹിനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി പറയാൻ എനിക്ക് കഴിയൂല. ഈ സംഭവം നടക്കുന്നത് ഒരു പകലിന്റെ അല്പനേരം. ഈ ആയത്ത് മിനൽ അസലി ഇലൽ അബദ, ലോകാവസാനം വരെ ഇന്ന് നമ്മൾ ഓതുക. ഈ സമയം നടക്കുന്ന ഒരു 10 മിനിറ്റ് നേരം. മദീന പള്ളിന്റെ പരിസരത്തുള്ള റസൂലുള്ളാഹിന്റെ വീട്ടുമുറ്റത്ത് 10 മിനിറ്റ് നടന്ന ഒരു സംഭവമാണ്. ലോകാവസാനം വരെ എന്ത് പറ ചങ്ങായി? ആയത്ത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട നിസ്കാരത്തിനെ പറ്റി ഹംസ എന്ന ആയത്ത് ഖുർആനിൽ ഇല്ലേ? എങ്ങനെയുണ്ട്? എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അല്ലാഹു നന്നാക്കി തരട്ടെ. എന്താണ് അർത്ഥം? അന്റെ നിസ്കാരം നോമ്പും അല്ല അള്ളാഹ്ക്ക് വിഷയം, അള്ളാഹ്ക്ക് വിഷയം മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. വളരെ വളരെ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയ ദിവസങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഇറങ്ങിയ ദിവസം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ റബീഉൽ അവ്വൽ 12 പറ്റി വഅദ് പറയണം. നമ്മളിപ്പോ സുന്നിയാളെന്നെ പറയണത് 12 അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മെനഞ്ഞിലെ പോലെയാണ് ഇപ്പത്തെ സുന്നി മൂല്യന്മാര്. അവര് മെനഞ്ഞില് പാമ്പിന്റെ കൂട്ടത്തിൽ ചെന്നാൽ ബാലും കാട്ടും, മീനിന്റെ കൂട്ടത്തിൽ ചെന്നാൽ തലയും കാട്ടും. പുറത്ത് പറയണ്ട. എന്നെ പോലത്തെ പറ്റിയാ പറയണത്, പുറത്തുള്ളവരെ പറ്റിയാന്ന് വിചാരിക്കണ്ട. നമ്മൾ തന്നെ ഒരു തരം സുജാമ. സുന്നിയാണോ ജമാഅത്താണോ മുജാഹിദാണോ? അതിനാണ് സുജാമു. നമ്മൾ പറയും 12 അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എന്നാ നടന്ന ഈ അഭിപ്രായം ഏതാണ് ആ ദിവസം? മനസ്സിലായില്ല. നിസ്കരിച്ചെന്തിനെ നബി വന്നിട്ടല്ലേ? നിസ്കാരം വലിയ വിഷയം. അവ നബിയോ നോമ്പ് വലിയ വിഷയം. നബിയോ ചിന്തിക്ക. ഈ നോമ്പ് നിസ്കാരവും ഇതൊക്കെ ഉണ്ടായത് നബി വന്നിട്ടല്ലേ മനുഷ്യ? ജുമാ നിസ്കാരം എനിക്ക് വലിയ വിഷയം. അപ്പൊ നബിയോ ജുമാ നബിയിലേക്ക് ഇരുത്താൻ. ഒന്നാമത്തെ ജുമാക്ക് നബി കൂടിയിട്ടില്ല, രണ്ടാമത്തെ ജുമാക്ക് നബി കൂടിയിട്ടില്ല, മൂന്നാമത്തെ ജുമാക്ക് നബി കൂടിയിട്ടില്ല. ജുമാക്ക് തുടങ്ങി കുറെ കാലം കഴിഞ്ഞിട്ടാണ് നബി ജുമാക്കുമായിരുന്നു. പിടിച്ചിരുന്നു. ഇയാളെ ക്ലാസ്സിന് പോയ ആളുള്ള ഈ ആദ്യ പഴയ ഇരുമ്പ് കിട്ടിയാല് ഈ പഴയത് ഇരിക്കുന്ന കച്ചവടക്കാര് ഒരു പഴയ അലുമിനിയം കൊടുക്കുക പോലത്തതൊക്കെ ഒരിക്കൽ കിട്ടിയ പോലെ ആദ്യം ചവിട്ടുക ചെയ്യും. ആദ്യം വരെ കയ്യിലുള്ള, പിന്നെ വരെ കയ്യിലുള്ള ബടിയോടെ കുത്തു. വലിയ ചവിട്ടി കുത്തി നിൽക്കി വലിയ ചാക്കിൻ്റെ ഉള്ളിൽ. പിന്നെ അത് ചൂളെ കൊണ്ടിടും. 2 ആഴ്ച കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കുടുക്കായിട്ട് ഇങ്ങനെ ആൺകുട്ടിയായിട്ട് പുറത്ത് ഇങ്ങനെ. ആദ്യം ചവിട്ടാണ് കിട്ടേണ്ടത്. ചവിട്ടിട്ടിയാൽ നമുക്ക് ചവിട്ടിന്റെ കുറവാണ്. നമുക്ക് ചവിട്ടാതെ തന്നെ ഈ കുടുക്കനെ നമുക്ക് പുതിയ കുടുക്ക ആക്കണമെങ്കിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുണ്ടോ? എന്നാ ഞാൻ പഴയ ഇരുമ്പിനെ പുതിയ ഇരുമ്പാക്കി തരാം. മനസ്സിലായി പറഞ്ഞ ചിന്ത കുടുക്ക്. ഒന്നാമത്തെ ജുമാക്ക് നബി പോയിട്ടില്ല. നബി നോക്കട്ടാണ് നബിനെ നിർമ്മിച്ചിടത്തോളം. രണ്ടാമത്തെ ജുമാക്ക് നബി പോയില്ല. ജുമാ മദീനത്താണ്, നബി പോയില്ല. അസ്അദ് ബിൻ സുറാറിന്റെ വീട്ടിലാണ് ജുമാ നടക്കുന്നത്, നബി മക്കത്താണ്. മൂന്നാമത്തെ ജുമാക്ക് നബി പോയില്ല. കാരണം നബി ജുമാനേക്കാൾ വലിയ ആളാണ് നബി. പിന്നെ മദീനയിൽ വന്നു, പിന്നെ പള്ളി ഉണ്ടാക്കി, എന്നിട്ടാണ് അതിന് മുമ്പൊക്കെ ജുമാ അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്.
റമളാൻ മാസത്തിൽ സ്വഹാബികളും നബിയും യാത്ര പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ റമളാന്റെ പകലിൽ ഹബീബായ നബി അവിടുത്തെ ഒട്ടകപ്പുറത്ത് ഇറങ്ങി. സ്വഹാബികൾ ഇറങ്ങി. റമളാൻ മാസം നബി ഇമാമത്ത് നിന്നു. അപ്പോൾ പറഞ്ഞു ഹാത്തൂനി ബിൽ മാ, കുറച്ച് വെള്ളം കൊണ്ടുവരി. അപ്പൊ സ്വഹാബികൾ വെള്ളം കൊണ്ടേ കൊടുത്തു. ശരിബൽ മാ, വെള്ളം കുടിച്ചു. അബൂബക്കർ കുടിച്ചു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചോ, റമളാൻ മാസല്ലേ നബിയെ, എങ്ങനെയാണ് കുടിക്കാൻ പറ്റും? എന്ത് ഞങ്ങൾക്ക് തെറ്റ നോമ്പ്, ഞങ്ങൾക്ക് നിങ്ങളെക്കാളും വലിയ നോമ്പില്ല. നിങ്ങൾക്ക് നോമ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് നോമ്പോ. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞപ്പോ പറഞ്ഞു കുമു കുമു പോവാ പോവാ പോവാ. അപ്പൊ ആരോ വന്ന് പറഞ്ഞു ബാലുന മിനൽ ഖൽഫി മാ ശരിബുൽ മാ, കുറച്ചാളുകൾ ബാക്കിൽ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നുണ്ട് നബിയെ. ഉഹും ആസൂന ഉഹുമുൽ ആസൂന, അവർ ദോഷികളാണ്. അപ്പൊ ദോഷിയാരാ? ദോഷിയാണ്. എടാ എന്ത് മുത്തുനബിക്ക് വെള്ളം കുടിച്ചാ പിന്നെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഇത് ദോഷിയടാ. എന്ത് നോമ്പടാ? നബിയല്ലടാ വിഷയം. നബിനേക്കാൾ വലിയ ഇന്നൊക്കെ നബി പോയത് നന്നായി. നമ്മൾ യോഗം കൂടി നബിനെ തന്നെ കമ്മിറ്റി എന്ത് ശരിയാവില്ല. പിറ്റേന്ന് നമ്മൾ നോട്ടീസ് ഇടും. നമ്മളെ പത്രത്തിലൊക്കെ പിറ്റേന്ന് നബിയെ തൽക്കാലം ഇസ്ലാം എന്ന് പുറത്താക്കിയതായി ഇന്നലെ കൂടിയ ഫത്വ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ നോട്ടീസ് ഇടും. ആരും വിചാരിച്ചിട്ടല്ല പറയുന്ന, ഞാനും വിചാരിക്കാതെയാണെന്നും വിചാരിക്കണ്ട. കുറച്ചൊക്കെ വിചാരിച്ചിട്ട് തന്നെ പറയുന്നത്. വിചാരിക്കണ്ട. എനിക്കിപ്പോൾ മൂപ്പർക്കാണ് ഇത് അടുത്ത കൊല്ലം നടത്തണം. എനിക്ക് ഇക്കൊല്ലം നടത്തണമെന്നേ ബോധ്യമുള്ളൂ. അടുത്ത കൊല്ലം നടക്കണം. ചവിട്ടിയിട്ട് മനുഷ്യന്റെ കൽബ് നന്നായാലേ നമ്മൾ നന്നാവുള്ളൂ. അല്ലാഹു നന്നാക്കി തരട്ടെ. നമുക്ക് നന്നാണം. ഇതിൻ്റെ മേലെ സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ട് നടന്നൊരു ഒരു കാര്യമല്ല മനുഷ്യൻ. ഇതിൻ്റെ അടിയിലേക്ക് ചെന്നപ്പോൾ മർഹബ മലക്കുകൾ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ പള്ളി കമ്മിറ്റിൻ്റെ കാതിയനും കാതിൽ കുള്ളാത്തേനും എന്ന് പറഞ്ഞാൽ 4 ചവിട്ടും കൂടി ഏറെ കിട്ടുന്നല്ലാതെ അന്നെ കാത്തുത്തർക്ക് ഞങ്ങൾ കൊടുക്കണവന് 2 ചവിട്ട് ഏറെ മലക്കൊക്കെ എന്തെങ്ങനെ കാവി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ വഹാബികൾ പറഞ്ഞതിൻ്റെ പിന്നാലെ പോണ്ട. ഒരിക്കൽ നിസ്കാരം നോമ്പേ ഉള്ളൂ. ഒക്കെ മുത്തുനബിയില്ല. ഒതുക്കിരുമില്ല. ഇതന്നെ റബീഉൽ അവ്വൽ 12 മന്നും സെൽവം ഇറങ്ങിയ ദിവസമാണോ വലിയ നിഅമത്ത്? വല്ലന അലൈഹിൽ ഗമാമ, അതാണോ വലിയ നിഅമത്ത്? ഫലഖുൽ ബഹറാണോ വലിയ നിഅമത്ത്? വൈദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ ഫഅൻജയ്നാകും, അതാണോ വലിയ നിഅമത്ത്? ഏതാ ഏറ്റവും വലിയ നിഅമത്ത്? ഏതാ? അന്നിഅമത്തുൽ കുബ്രാ. ഏതാ നിഅമത്തുൽ കുബ്രാ? മുഹമ്മദ്. ആർക്ക്? ലികുല്ലി മൻ ഹത്ത ഖദമഹു അലാ വജ്ഹിൽ അർദ് ലിആദമ വനൂഹ് വഇബ്രാഹിം വമൂസ വഈസ വലിജമീഉൽ അംബിയാ. എല്ലാ നബിമാരുടെയും ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ്. അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താ? അപ്പോൾ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പെരുന്നാൾ എന്നാ പറയും? ഞാൻ പറഞ്ഞു തീരുമാനിച്ചിട്ട് പോയി മതി. അടുത്ത കാര്യം ഒക്കെ തീരുമാനിച്ചു പോവുക. എന്നാൽ തീരാണല്ലോ. ഏറ്റവും വലിയ നിഅമത്തേതാ? ഏറ്റവും വലിയ പെരുന്നാൾ എന്നാ? മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ പെരുന്നാൾ എന്നാ? റബീഉൽ അവ്വൽ 12. എനിക്കൊരാൾ കഴിഞ്ഞ ആഴ്ച നല്ല കുപ്പായവും നല്ല നീളം കുപ്പായം, നല്ല ഉഷാറും നീളം കുപ്പായവും നല്ല ഓവർകോട്ടും കൂടെ നിന്നു. അപ്പോൾ ഞാൻ അന്ന് പരിപാടിക്ക് പോരാൻ നേരത്ത് ഭാര്യ പറഞ്ഞു, നല്ലൊരു പുതിയ കുപ്പായം ഉണ്ടല്ലോ, അതിട്ട് പോയിക്കോളി. ഞാൻ പറഞ്ഞു അതിടൂല. അത് റബീഉൽ അവ്വൽ ഇടുകയാണെങ്കിൽ റബീഉൽ അവ്വൽ 12 കാരണം എൻ്റെ ബാപ്പ മുഹമ്മദ് മുസ്തഫയാണ്. അബുൽ അർവാഹ് മുഹമ്മദാണ്. റസൂലുള്ളാഹി ജനിച്ച രാത്രി ചമയുന്നതിനേക്കാൾ വലിയ ചമയം എനിക്കില്ല. പെരുന്നാളിന് നമ്മൾ അതൊക്കെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളാണ്. ഇത് ബല്ലിൻ്റെ വലിയ പെരുന്നാളാണ്. എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാരോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഉസ്താദെ മക്കത്ത് നിസ്കരിച്ചാൽ 1,00,000 കൂലിയാണ്, ഹറമിൽ മദീനത്ത് നിസ്കരിച്ചാലോ ഒരഭിപ്രായം 14 റക്അത്തിന്റെ കൂലിയാണ്. അപ്പൊ റൗളയിൽ നിസ്കരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ലാ യുഹദ്ദു വലാ യുഹ്സാ
അതിൻ്റെ കൂലി എണ്ണി കണക്കാക്കാൻ ഈ ലോകത്തൊരാൾക്ക് കഴിയൂല. അതിന് 10 ലക്ഷം 100 ലക്ഷം 10 കോടി 100 കോടി ആവില്ല ഒരു റക്അത്ത്. എന്തുകൊണ്ട്? അത് ജിവാറു മുഹമ്മദാണ്. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് മക്ക ഫതഹ് കഴിഞ്ഞ് പൊളിഞ്ഞു പോയത് മദീനത്തേക്ക്. നമ്മളാണെങ്കിൽ എവിടെ മക്കയിൽ നിൽക്കും. എന്തുകൊണ്ട്? ഒരു റക്അത്തിന് 1 ലക്ഷത്തിന് കൂലിയ. ഹബീബായ നബിയുടെ അടുത്ത് പോയാലോ എത്രയാ കൂലി പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? മക്കയല്ല വലിയത്, ഒന്നും അല്ല വലിയത് മുഹമ്മദുനിൽ മുസ്തഫ. ആ മണ്ണ് മക്കത്തെ സ്വർഗല്ലല്ലോ. മക്കത്ത് സ്വർഗമുണ്ടോ? സ്വർഗത്തേക്ക് പോകാൻ കൂലിയുണ്ട്. മദീനത്തോ സ്വർഗമുണ്ട്. എന്തേ മക്കത്ത് കിട്ടാഞ്ഞു? മര്യാദക്ക് നടക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അങ്ങനെ മക്കത്ത് അങ്ങനെ സ്ഥലം ഉണ്ടാവില്ല. നിങ്ങളിന്റെ കൂടെ ഇല്ല. ശരിക്കും മക്കത്ത് സ്വർഗല്ലേ, മദീനത്താ സ്വർഗം. എന്തുകൊണ്ട്? ഈ മനുഷ്യന് നടന്ന സ്ഥലാ സ്വർഗം. മാബൈന ഖബരി വംബരി മാബൈന ബൈതി വംബരി ഐ ബൈതു ആയിഷ അഹബ്ബഹൽ മുസ്തഫ മിസ്ലൽ മാഇ ലിൽ അത്സാൻ. ദാഹിക്കുന്നവന് പച്ചവെള്ളം പോലെ ഇരുന്നു ആയിഷാനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടം. അതാണ് ആ സ്ഥലം. മാബൈന ബൈതി വംബരി മിമ്പറേര മല്ലഹറു ഇൽമിൻ നബിയിൽ മുസ്തഫ. റസൂലുള്ളാഹിന്റെ ഇൽമു വെളിവായ സ്ഥലം. മറ്റേതോ റസൂലുള്ളാഹിന്റെ ഫറഹ് വെളിവായ സ്ഥലം. അതിന്റെ ഇടയിൽ കൂടെ കാല് നടന്നു. ആ നടന്ന സ്ഥലമാണ് എന്ത്? അതോർക്കും. അങ്ങനത്തെ സന്തോഷത്തിൽ നടക്കാൻ പറ്റിയ ഒരു സ്ഥലം മക്കാർ കൊടുത്തില്ല. പിന്നെ മക്ക പിടിച്ചു. പിന്നെ പിന്നെ ഒന്നുമില്ല. ആരുമില്ലാത്ത കാലത്ത് നടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത നാട്ടുകാരെ പിന്നെ മറക്കാൻ പാടില്ല. ആടുപോയി. മനസ്സിലായില്ല? അതിനാണ് എന്ത് പറയാ? നന്ദി. മക്ക പിടിച്ചടക്കിയപ്പോൾ ദീനക്കാർ മത്താഫിന്റെ സൈഡിലേക്ക് മാറി കരയാൻ തുടങ്ങി. മക്ക നബിയുടെ നാടാണ്. മക്ക ഇസ്ലാമിൻ്റെതായി. ഇനി ഇവിടുന്ന് നബി വരൂലായിരിക്കും. റസൂൽ നോക്കുമ്പോൾ മദീനക്കാരെ കാണാനില്ല. മദീനക്കാർ സൈഡിലേക്ക് നീങ്ങി മിണ്ടാനും വല്ലാതെ കൊല്ലി വിങ്ങി പൊട്ടി നിൽക്കുക. അപ്പൊ റസൂൽ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, എന്തിനാ നിങ്ങൾ കരയണത്? ഞങ്ങളെ കൂടെ അവിടെ പറഞ്ഞ വാക്കാണ് ഞങ്ങളെ കൂട്ടത്തിൽ ജനിക്കേണ്ട ആളാ. ഹിജറ ഉണ്ടായതുകൊണ്ട് ഇവിടെ ജനിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പോലും എന്തുകൊണ്ട്? സ്വതന്ത്രമായി മുസ്തഫ നബിക്ക് നടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആരാ? മദീനക്കാരാ. അവിടെയാ സ്വർഗം. ഇവിടെ സ്വർഗമില്ല. ഇവിടെ സ്വർഗത്തേക്ക് പോകാൻ നിസ്കരിക്കാം. അവിടെ സ്വർഗം തന്നെ. സ്വർഗം മാബൈന ഖബരി ഔ ബൈതി വ മിൻബരി റൗളത്തും മിൻ. അവിടെ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ കയ്യൊന്തിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തേ മുഹമ്മദാണ് സ്വർഗം. എന്ത് സ്വർഗം? ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബാണ് സ്വർഗം. അല്ലാഹുവിന്റെ ഹബീബ് കുറച്ചു നേരം നരകത്തിലേക്ക് പോയാൽ മുഅ്മിനീങ്ങൾ നരകത്തിലേക്ക് ചാടും. കാരണം അവിടെ ഇരിക്കും സ്വർഗം. ഒരു ഹദീസിലുണ്ട്, ഈ ഖബറിലുണ്ട് ആ ഹദീസ്. ആ ഹദീസിൽ പറയുന്നുണ്ട്, ചില ആളുകൾ കുറച്ചു നേരം അല്ലാഹുവിന്റെ റസൂലിനെ കാണാതായാൽ അവരെന്ത് ചെയ്യുന്നറിയോ? അവർ നരകത്തേക്ക് പോകാൻ നോക്കും. അവിടെയെങ്കിലും കാണുമോ? അങ്ങോട്ട് പോയിനെ. എന്തുകൊണ്ട്? അല്ലാഹുവിനെയും റസൂലിനെയും കാണാതിരിക്കാൻ അവർക്ക് കഴിയുകയില്ല. അവർക്ക് സ്വർഗ ലക്ഷ്യമല്ല, അല്ലാഹു റസൂലാ വേണ്ടത്. കുറച്ചേരം അല്ലാഹു റസൂലിനെ കാണും. അല്ലാഹു റസൂലിനെ കാണുന്നില്ല കുറച്ചേരം. അപ്പോൾ പറയും, റബ്ബനാ അഖ്രിജ് മിൻ ഹാദിഹിൽ ജന്ന. ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് റബ്ബേ നിന്നെ നിന്റെ ഹബീബിനെയും കാണാം. നരകത്തിൽ പോയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് എത്തിക്ക്. ഞങ്ങൾക്ക് തോന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയും നിന്റെ ഹബീബിനെയും കാണാൻ കഴിയണം. ഞങ്ങൾക്ക് അതാ വേണ്ടത്. മനസ്സിലായില്ലേ? മൂമിന്റെ സ്വർഗം മുഹമ്മദ് മുസ്തഫയാണ്. മൂമിന്റെ നരകം മുസ്തഫ നബിയെ കാണാതിരിക്കലാണ്. അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ ഇന്നോ ഇന്നലെയോ നിങ്ങളോട് പറഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ. അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ ഒരു വാക്കാണ്. ഇത് വാക്ക് പറഞ്ഞ വേറെയും കുറെ ആളുകളെ എനിക്കറിയാം.
ഇത് ഷാദുലിമാമിന് ഈ വാക്കുണ്ട്. ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം എനിക്ക് തെമ്മീസായിട്ട് നബിയെ കാണാതിരുന്നിട്ടില്ല. ഞാൻ ഏതു നേരം എന്റെ ആയുസ് മുഴുവൻ നബിയെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ്, ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം നബി എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞാൽ മുസ്ലിമീൻ, ഞാൻ എന്നെ മുസ്ലിമായി എണ്ണുകയില്ല. പിന്നെ ഞാൻ ഇന്ന ആരെ കണക്കാക്കൂല, ഞാൻ മുസ്ലിമല്ല. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി തർഫത ഐൻ മാഅദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരമെങ്ങാനും നബിയെ കാണാൻ കഴിഞ്ഞില്ലേ? നബിയെ കാണണം, നബിയെ കാണണം. അല്ലാഹ് നബിയാണൊക്കെ.